വെൽക്കം ടു സോഷ്യോ ബാച്ച് നമ്പർ 1. നമ്മൾ 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരുന്നത്, വെതർ ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ നമ്മളിത് 3ാമത്തെ പാർട്ട് കഴിഞ്ഞു, 4ാമത്തെ പാർട്ടാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള പാർട്ടുകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിലോ ഫസ്റ്റായിട്ട് ഇത് കാണുന്നവരാണെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ പാഠം ഒന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക, നോക്കി പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ ഭയങ്കര ടഫൊന്നുമല്ല ചാപ്റ്റർ, പക്ഷെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ അത്രയും ചിന്തയോടെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ മാറില്ലായിരിക്കും. പക്ഷെ നമ്മൾ മറ്റു ചാപ്റ്ററും കൂടെ മറ്റ് സബ്ജക്റ്റുകളൂടെ പഠിക്കുകയല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിലപ്പോൾ ഇതിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാർട്ട് 3യിൽ പ്രീവിയസ് നമ്മൾ നോക്കിയതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തേതായിരുന്നു ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്നറിയപ്പെടുന്നത് ആഗോള മർദ്ദ മേഖലകളെക്കുറിച്ചാണ് നോക്കിയത്. അപ്പോൾ ആഗോള മർദ്ദ മേഖലകളിൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കിയെന്നറിയപ്പെടുന്നത് ഇക്വേറ്റർ റീജൻസിനെ കുറിച്ച് നോക്കി. അതുപോലെ തന്നെ സബ് ട്രോപ്പിക്കൽ റീജൻസുകൾ എന്താണെന്ന് നോക്കി. നെക്സ്റ്റ് നമ്മൾ സബ് പോളാർ റീജൻസുകൾ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നോക്കിയെന്നറിയപ്പെടുന്ന പോളാർ റീജൻസ്. ഓക്കെ, ഏറ്റവും പോളാർ റീജൻസിനെ കുറിച്ച് നോക്കി. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷൻസ് നമ്മൾ പറഞ്ഞതാണ്. പാർട്ട് 3 എല്ലാവരും എന്ത് ചെയ്യുക, കാണുക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഭൂമിയിലുള്ള മർദ്ദ മേഖലകളാണ്, പ്രഷർ സോണുകളാണ്. ഇക്വേറ്റർ റീജൻസ്, ട്രോപ്പിക്കൽ റീജൻസ്, സപ്പോളാർ റീജൻസ്, അല്ലെങ്കിൽ ടോറിക് സോൺ ഉണ്ട്, ടെമ്പറേച്ചർ സോൺ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രിജിഡ് സോൺ ഉണ്ട്. ഇതും നമ്മൾ പാർട്ട് 2ൽ നോക്കിയതാണ്. എല്ലാവരും എന്ത് ചെയ്യുക, പാർട്ട് 2 പാർട്ട് 1 എന്തോ ആണ്, എല്ലാവരും എന്ത് ചെയ്യുക, നോക്കുക. അടുത്ത് നമ്മൾ നോക്കിയത് കോറിയലിസ് എഫക്റ്റ് ആണ്. നമ്മുടെ ഫ്രീലി മൂവിങ് ബോഡീസുകളായിട്ടുള്ള എന്താണ് എയർ കറൻറ്റ്സ്, അതായത് വിൻഡുകൾ, അത് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്ന സമയത്ത് റൈറ്റിലോട്ടും സദേൺ ഹെമിസ്ഫിയറിൽ പോകുമ്പോൾ ലെഫ്റ്റിലോട്ടും അതിനെന്ത് ചെയ്യുന്നു, ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ സ്ഥാനമാറ്റം സംഭവിക്കുന്നു. ആ സ്ഥാനമാറ്റം സംഭവിക്കുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ കോറിയലിസ് എഫക്റ്റ് എന്ന പേരിൽ പഠിച്ചത്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പ്രഷറിന് മാറ്റം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നറിയപ്പെടുന്നത് പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പഠിച്ചു. പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് പ്ലേസുകളിൽ ഉണ്ടാകുന്ന പ്രഷർസിൻ്റെ, അല്ലെങ്കിൽ ഹൈ പ്രഷറിൻ്റെയും ലോ പ്രഷറിൻ്റെയും വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് പേരിൽ പഠിച്ചത്, പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന പേരിൽ പഠിച്ചത്. പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, പഠിച്ചത്. അതായത് ഇപ്പോൾ ഒരു പ്രഷർ സോൺ ഏരിയ ആണ്. ഈ സോണിൽ അതായത് ഇവിടെ എന്താണ്, ഒരു ഹൈ പ്രഷർ റീജിയൻ ആണെന്ന് നിങ്ങളൊന്ന് കരുതുക. ഇവിടെ എന്നറിയപ്പെടുന്ന ഏതാണ്, ഒരു ഹൈ പ്രഷർ റീജിയൻസ് ആണ്. 1 മിനിറ്റ്. ഇവിടെ നിന്നറിയപ്പെടുന്ന ഒരു ഹൈ പ്രഷറും ഇവിടെ നിന്നറിയപ്പെടുന്ന എന്താണ്, ഒരു ലോ പ്രഷർ ഏരിയ ആണെന്നൊന്ന് കരുതുക. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ ഹൈ പ്രഷർ ലോ പ്രഷർ ഏരിയ, ഇവിടെ ഹൈ പ്രഷറാണ്, ഇവിടെ എന്താണ്, ലോ പ്രഷർ. അപ്പോൾ ഈ ഹൈ പ്രഷറും ലോ പ്രഷർ ഏരിയയിൽ ഇവിടെ നിന്നറിയപ്പെടുന്ന ഇപ്പോൾ ഒരു 1000 MB ആണെന്ന് കരുതുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ നിന്നറിയപ്പെടുന്ന ഒരു 100 MB ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടായിരിക്കും കണ്ടിന്യൂസ് എന്ത് ചെയ്യുന്നത്, കാറ്റിൻ്റെ ഫോഴ്സ് ഉള്ളത്. ആ കണ്ടിന്യൂസ് ആയിട്ട് ഈ കാറ്റിൻ്റെ ഫോഴ്സ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് എന്ന പേരിൽ എന്താണ് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ ലോ പ്രഷറും ഇവിടെയും ലോ പ്രഷർ ആണെങ്കിൽ ഇത് വളരെ ഫീബിൾ ആയിട്ടുള്ള എന്തായിരിക്കും, വിൻഡായിരിക്കാം ഉണ്ടാകുന്നത്. അവിടെ പ്രത്യേകിച്ച് എന്തില്ല, ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പോൾ 2 മർദ്ദ മേഖലകൾ തമ്മിലുള്ള വ്യത്യാസം, അതിനാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ തൊട്ട് താഴെ നമ്മളൊരു പിക്ചർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഇത് മുതൽ ഇതുവരെ എന്നറിയപ്പെടുന്നത് എന്താണ്, പ്രഷറിൻ്റെ സാന്നിധ്യം ഏകദേശം കമ്പാരിറ്റീവ്ലി എന്താണ്, ഈക്വലാണ്. കാരണം എന്ന് അറിയപ്പെടുന്നത് 104 ഇവിടെ MB, ഇവിടെ 992 MB ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം എന്ത് ചെയ്യുകയാണ്, വളരെയധികം പ്രഷറിൻ്റെ സാന്നിധ്യം എന്നറിയപ്പെടുന്നത് വളരെ അകലമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എന്ത് തന്നെയാണ്, ഇതൊരു ലോ പ്രഷർ റീജൻസ് ആണ്. ഒരുപാട് എയർ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അത് എവിടെ നിന്ന് തങ്ങി നിൽക്കുന്നില്ല. എയറുടെ സാന്നിധ്യം വളരെയധികം കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലെസ് എയർ കണ്ടെയ്ൻസ് ആണ്, അല്ലെങ്കിൽ എയർ കറൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ലോ പ്രഷറും ഇതെന്നറിയപ്പെടുന്ന എന്തുവാണ്, ഹൈ പ്രഷർ ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇത് ലോ പ്രഷറും. ബട്ട് ആൻഡ് ഹിയർ ഇസ് ദാറ്റ്, ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ എയറിൻ്റെ സാന്നിധ്യം വളരെയധികം ഇൻറ്റൻസീവായിട്ട് നിൽക്കുകയാണ്, വളരെയധികം കൂടുതലാണ് അല്ലേ. അടുത്തടുത്തായിട്ട് എയറും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഇതെല്ലാം കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ്, ഹൈ പ്രഷർ റീജൻസ് ആണ്. ദീസ് പ്ലേസസ് ആർ ഓൾവേസ് ഹൈ പ്രഷർ. ഇപ്പോൾ ലോ പ്രഷറും പിന്നെ എന്താണ്, ഹൈ പ്രഷർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഏതോ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇത് 2 വർഷം ഇത് കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷയുടെ ടൈമിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് നോക്കാനായിട്ട് പോകുന്നത് നമ്മളെ വിൻഡിനെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ പ്രഷറിനെ സ്വാധീനിക്കുന്ന, വിൻഡ് നമ്മൾ അടുത്ത് നെക്സ്റ്റ് പഠിക്കുന്നതാണ്, നമ്മളെ പ്രഷറിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് എന്നറിയപ്പെടുന്നത് ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത്. ഫ്രിക്ഷൻ മറ്റൊരു ഘടകമാണ്. ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ഇതിന് മലയാളത്തിൽ ഹർഷണം എന്ന പേരിൽ അറിയപ്പെടും. ഫ്രിക്ഷൻ അല്ലെങ്കിൽ എന്താണ്, ഹർഷണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്, നമ്മളിപ്പോൾ സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത് ഒരു ഒബ്ജക്റ്റിന് മേൽ
അല്ലേ? ഒരു ഒബ്ജക്റ്റിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഒരു ബലമുണ്ട്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് എന്നറിയപ്പെടുന്നത് ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ബലം, ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ബലമാണ് എന്ത്? ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഹർഷണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സയൻറ്റിഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഉരസൽ മൂലമുണ്ടാകുന്ന ബലം. ഉരസൽ മൂലമുണ്ടാകുന്ന ബലത്തിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫ്രിക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇതിപ്പോൾ എന്താണ്, നമ്മുടെ ഇപ്പോൾ ഒരു സീ ഏരിയ ആണ്, ഇതെന്ന് അറിയപ്പെടുന്ന ഒരു ലാൻഡ് ഏരിയ ആണ്. ഇപ്പോൾ സീ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇതൊരു മരുഭൂമിയാണ്, അല്ലെങ്കിൽ സീ എന്തോ ആവട്ടെ. ഇവിടെ സ്വാഭാവികമായിട്ടും എന്താണ്, പ്രത്യേകിച്ച് ഒരു ഒബ്സ്റ്റാക്കിൾസും ഇല്ല. ഇവിടെ ഒരു മൗണ്ടൻ റേഞ്ചസ് കാണില്ല. മൗണ്ടൻ റേഞ്ചസ് ചില പർട്ടിക്കുലർ റീജൻസ് കാണും. പക്ഷേ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കുകയാണെങ്കിൽ കടലിങ്ങനെ വിസ്താരമായിട്ട് കിടക്കുകയല്ലേ, അല്ലേ? കടലിങ്ങനെ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മരുഭൂമി ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒബ്സ്റ്റാക്കിൾസുകളൊന്നുമില്ല, മൗണ്ടൻസ് ഇല്ല, വലിയ മരങ്ങളൊന്നും കാണില്ല. എന്തായാലും കടലിൽ മരങ്ങൾ കാണില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് എന്തില്ല, തടസ്സങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ ഇതിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത് എന്തായിരിക്കും? ഇവിടെ വളരെയധികം കുറവായിരിക്കും. അതായത് ഏതെങ്കിലും ഒബ്ജക്റ്റിനെ തടസ്സപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് ഓൾറെഡി പറഞ്ഞു, അല്ലേ? അപ്പോൾ ഈ കടൽ പ്രദേശങ്ങളിൽ എന്തില്ല, ഒന്നും തടസ്സപ്പെടുത്താനില്ല. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ കുറവാണ്. ഫ്രിക്ഷൻ കുറവാണെങ്കിൽ ഇവിടെ വിൻഡിൻ്റെ വേഗത, ഇവിടുത്തെ എന്താണടാ, വിൻഡിൻ്റെ വേഗത, ഇവിടുത്തെ വിൻഡിൻ്റെ വേഗത വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നതിനെയാണ് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ബലം. സ്വാഭാവികമായിട്ടും കടൽ തീരത്തോ മരുഭൂമികളിലോ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ കുറവാണ്. ഫ്രിക്ഷൻ കുറവായതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ വേഗത കമ്പാരിറ്റീവ്ലി വളരെയധികം എന്തായിരിക്കും? കൂടുതലായിരിക്കും. വളരെയധികം എന്താണ്? കൂടുതൽ ഹൈ ഇൻറ്റൻസീവ് എന്താണ്, നമ്മുടെ വിൻഡായിരിക്കും ഉണ്ടാകുന്നത്. എന്തായാലും നിങ്ങൾ മറ്റൊരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളെ ലാൻഡ് ഏരിയാസ്, ഇതാണ് നമ്മളെ ലാൻഡ് ഏരിയാസ്. ഇവിടെ വലിയൊരു മൗണ്ടെയ്ൻസ് ഉണ്ട്. ഇവിടെ അതിൻ്റെ മുകളിൽ എന്തുണ്ട്? വലിയൊരു മരവുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിൻഡ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ അങ്ങ് തടഞ്ഞു നിർത്തും. ശരിയല്ലേ? തടഞ്ഞു നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രിക്ഷൻ വളരെയധികം കൂടുതലാണ്. ബലം അവിടെ എന്താണ്? കൂടുതലാണ്. ഫ്രിക്ഷൻ കൂടുതലാകുമ്പോൾ കാറ്റിൻ്റെ വേഗത എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഫ്രിക്ഷൻ കുറവുള്ള സ്ഥലത്ത്, ഫ്രിക്ഷൻ എന്താണ്? കുറവുള്ള സ്ഥലത്ത് കാറ്റിൻ്റെ വേഗത വളരെയധികം കൂടുതലും, ഫ്രിക്ഷൻ കൂടുതലുള്ള സ്ഥലത്ത് എന്താണ്? കാറ്റിൻ്റെ വേഗത വളരെയധികം കുറവുമായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫ്രിക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫ്രിക്ഷൻ എന്ന പേരിൽ എന്താണ് അറിയപ്പെടുന്നത്? അപ്പോൾ അതവിടെ നോക്കിയോ. ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത് ഫ്രിക്ഷൻ കേസ് ദ ഹിൽസ്, മൗണ്ടൻ ഫോറസ്റ്റ് ആൻഡ് മാൻ മെയ്ഡ് സ്ട്രക്ചർ ഒബ്സ്ട്രാക്കിൾ ദ ഫ്രീ ഫ്ലോ ഓഫ് വിൻഡ്. കാറ്റിൻ്റെ വേഗതയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നതാണ് മൗണ്ടെയ്ൻസ്, ഫോറസ്റ്റ്, മാൻ മെയ്ഡ്, മനുഷ്യനിർമ്മിത വസ്തുക്കൾ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കാറ്റിൻ്റെ വേഗത എന്തായിരിക്കും? വളരെയധികം കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ മർദ്ദത്തിനെയും സ്വാധീനിക്കുന്നുണ്ട്. ഈ ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? മർദ്ദത്തിനെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വിൻഡ് വെയിൻ, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. മറ്റൊന്നാണ് ആനിമോമീറ്റർ എന്നറിയപ്പെടുന്നത്. കാറ്റിൻ്റെ വേഗതയും കാറ്റിൻ്റെ സഞ്ചാരത്തിനെയൊക്കെ സ്വാധീനിക്കുന്നതാണ്, അല്ലെങ്കിൽ അളക്കുന്നതിനെയാണ് വിൻഡ് വെയിനും പിന്നെ എന്താണ്, ആനിമോമീറ്റർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വിൻഡ് വെയിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ ഒരു ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ എങ്ങനെയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് കാറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് പറയും. കാറ്റിൻ്റെ ഡയറക്ഷൻസ് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ് ഈ വിൻഡ് വെയിൻ എന്നറിയപ്പെടുന്നത്. മറ്റേത് എത്ര വിൻഡാണ് അവിടെ വീശിയതെന്ന് അറിയുന്നതിന് വേണ്ടി എന്താണ്? ആനിമോമീറ്റർ. ഒരു മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ സ്പീഡിലൊക്കെ വിൻഡ് വന്നതെന്ന് പറയില്ലേ? അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ആനിമോമീറ്റർ. അപ്പോൾ പറഞ്ഞ് പ്രഷർ അളക്കുന്ന ഉപകരണം ഏതാ? എല്ലാവരും പറഞ്ഞ് ഏതായിരിക്കും? മെർക്കുറി ബാരോമീറ്റർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പറഞ്ഞേ ടെമ്പറേച്ചർ അളക്കുന്ന ഉപകരണം ഏത് ഇൻസ്ട്രുമെൻ്റ് വെച്ചാൽ ഏതാണ്? തെർമോമീറ്റർ. ഇതാണ് ആനിമോമീറ്റർ, അല്ലെങ്കിൽ വിൻഡ് വെയിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഇതിൽ പ്രധാനമായിട്ടും സ്പീഡിൻ്റെ ഡയറക്ഷൻസിനെയൊക്കെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊന്ന് വിൻഡ്, അല്ലെങ്കിൽ എന്താണ്? കാറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? എന്ത് പേരിൽ അറിയപ്പെടുന്നു? കാറ്റുകൾ എന്ന പേരിൽ എന്താണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഈ കാറ്റിനെ കുറിച്ചാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഏതാണ്? കാറ്റാണ്. അതിന് മുമ്പായിട്ട് ഈ കാറ്റിനെ കുറിച്ച് 1-2 കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. കാറ്റിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പഠിച്ചത് തന്നെയാണ്. എന്താണ് കാറ്റുകൾ എന്നറിയപ്പെടുന്നത്? കാറ്റുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? കാറ്റുകൾ എപ്പോഴും എന്തായിരിക്കും? ഹൊറിസോണ്ടലായിട്ട് വൺ പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കാറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാറ്റുകൾ എപ്പോഴും മൂവ് ചെയ്യുന്നത് ഹൈ പ്രഷർ റീജിയൻസിൽ നിന്ന് ലോ പ്രഷർ റീജിയൻസ്, എന്ന് വെച്ചാൽ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ്
കാറ്റുകൾ എന്നറിയും. ഉച്ചമർദ്ദ മേഖല എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കാം കൂടുതലായിട്ടും നമ്മുടെ എയർ കറണ്ടുകളും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജലകണികകളും ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകൾ വളരെയധികം കൂടി അവിടെ കൺസിസ്റ്റ് ആയിട്ടിരിക്കുകയായിരിക്കാം. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ജലകണികകളും മറ്റു സംഭവങ്ങളും ഒക്കെ കുറഞ്ഞ ഭാഗത്തേക്ക് വീശുന്നതാണ് കാറ്റുകൾ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? കാറ്റുകൾ. ഓക്കെ ആണല്ലോ. ഇനി ഈ കാറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ കാറ്റിൻ്റെ ഡയറക്ഷൻസിനെ എപ്പോഴും സ്വാധീനിക്കുന്നത്, ഇപ്പോൾ ഇങ്ങോട്ട് താഴോട്ട് വീശി, ഇങ്ങനെ വീശി, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. ഓക്കെ ആണല്ലോ. കാറ്റിൻ്റെ ഡയറക്ഷൻ എപ്പോഴും സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയപ്പെടുന്നത് ഏത് ഭാഗത്ത് നിന്നാണോ കാറ്റ് വീശിയത്, അത് എവിടെ നിന്നാണോ വന്നത്, ഏത് കൈൻഡ് ഓഫ് പ്ലേസിൽ നിന്നാണോ വന്നത്. അതിപ്പോൾ നോക്കി, നിങ്ങൾ നോർത്തിൽ നിന്ന് ഈ പറയുന്ന ഈസ്റ്റിലോട്ടാണ് വന്നത് അല്ലേ, നോർത്തിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് വരുന്നതെങ്കിൽ അതെന്ത് പേരിൽ അറിയപ്പെടുന്നു? നോർത്ത് ഈസ്റ്റ് മൺസൂൺ. മൺസൂൺ അല്ല, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ അല്ലേ. നോർത്തിൽ നിന്ന് ഈസ്റ്റിലോട്ട് വരികയാണെങ്കിൽ എന്താണ്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഈ നോക്കിയേ, ഇവിടെയാണ് സൗത്ത് എന്നറിയപ്പെടുന്നത്, ഇത് വെസ്റ്റ് ആണ്. നമ്മളിത് പഠിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇത് ഓൾറെഡി നമുക്ക് പഠിക്കാറുണ്ട്, സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് മൺസൂണും. സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് വരികയാണെങ്കിൽ ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. സോ ദാറ്റ് മീൻസ് ഏത് സ്ഥലത്ത് നിന്നാണോ കാറ്റുകൾ വീശുന്നത്, ഏത് പെർട്ടിക്കുലർ റീജിയൻസിൽ നിന്നാണോ കാറ്റുകൾ വീശുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്ത് ചെയ്യുന്നത്, കാറ്റിൻ്റെ പേരുകൾ നമ്മളെപ്പോഴും നൽകുന്നത്. അതിപ്പോൾ എന്താണ്, സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് പോയാലോ, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വന്നാലോ, നോർത്തിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോയാലോ, ഈസ്റ്റിൽ നിന്ന് നേരെ എങ്ങോട്ടാണ്, വെസ്റ്റിലേക്ക് പോയാലോ, എല്ലാത്തിനും എന്താണ്, കാറ്റിൻ്റെ ഡയറക്ഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, പേര് നൽകുന്നു. അങ്ങനെ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളതാണ്. നമുക്ക് ഒരുപാട് ടൈമൊന്നും എടുക്കണ്ട, ഇന്ന് കുറച്ച് നമുക്ക് പോകും, കുറച്ച് പഠിച്ചു പോകാം കേട്ടോ. കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ടൈം നമ്മൾ ഇതിനകത്ത് ഉണ്ടെന്ന്, അതായത് മീൻസ് കൂടുതൽ സമയം എടുക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പഠിച്ചു പോവാം. ഓക്കെ, നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പെർമനൻറ്റ് വിൻഡ് എന്നറിയപ്പെടുന്നത്. കാറ്റുകളെ 1, 2, 3, 4 തരംതിരിക്കുന്നു. പെർമനൻറ്റ് വിൻഡുകളെന്നും പീരിയോഡിക്കൽ വിൻഡുകളെന്നും ലോക്കൽ വിൻഡുകളെന്നും വേരിയബിൾ വിൻഡ്സ്. പീരിയോഡിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുള്ള കാലഘട്ടം അത്രയും നമ്മുടെ ഭൂമിയിലുള്ള ഒരു വിൻഡാണ് പെർമനൻറ്റ് വിൻഡ്. ഓക്കെ ആണല്ലോ, പെർമനൻറ്റ് അല്ലേ. പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഭൂമിയിൽ വീശുന്ന കാറ്റുകളെയാണ് പെർമനൻറ്റ് വിൻഡ്. പീരിയോഡിക്കൽ വിൻഡ്സുകൾ എന്നറിയപ്പെടുന്ന ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം, ഇപ്പോൾ ഒരു വർഷത്തിൽ തന്നെ 1, 2 അല്ലെങ്കിൽ 3 തവണ വീശുമ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയോ, അടുത്ത ഒക്ടോബർ മുതൽ ഡിസംബറിൻ്റെ പകുതി വരെയോ അല്ലെങ്കിൽ നവംബറിൻ്റെ പകുതി വരെ വീശുന്ന കാറ്റുകൾ, ഇങ്ങനെയൊക്കെ ഓരോ പീരിയഡ് ബേസിൽ വരുന്നതാണ് പീരിയോഡിക്കൽ വിൻഡുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്ത് വരുന്നതാണ് എന്നറിയപ്പെടുന്ന ലോക്കൽ വിൻഡുകൾ എന്നറിയപ്പെടുന്നത്. ചില പ്രാദേശിക പ്ലേസുകളിൽ മാത്രം വീശുന്ന കാറ്റുകളെയാണ് ലോക്കൽ വിൻഡ്. അതൊക്കെ നമ്മൾ എന്താണെന്ന് പഠിക്കും. അതുപോലെ തന്നെയാണ് വാരിയബിൾ വിൻഡ്സ് എന്നറിയപ്പെടുന്നത്. വാരിയബിൾ എന്നറിയപ്പെടുന്നത് ഭയങ്കര ഡിസ്ട്രാക്ഷൻ വിൻഡ്സുകളാണ്. ഇതെപ്പോഴും വരെയൊന്നുമില്ല, വളരെ റയറായിട്ടൊക്കെ വരൂ. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇത് എല്ലായിടവും അടിച്ചെടുത്തോണ്ടേ പോവുള്ളൂ. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള സൈക്ലോണിക് വിൻഡുകളെയാണ്, അല്ലെങ്കിൽ ചക്രവാത കാറ്റുകളെയാണ് വാരിയബിൾ വിൻഡ്സ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അപ്പം ഇങ്ങനെ 4 തരത്തിലാണ് പ്രധാനമായിട്ട് നമ്മൾ ശാസ്ത്രീയ ലോകം എന്ത് ചെയ്യുന്നു വിൻഡിനെ പറയുന്നത്. അതിലെ ഒന്നാമത്തെ വിൻഡ് എന്നറിയപ്പെടുന്നതാണ് പെർമനൻറ്റ് വിൻഡ് എന്നറിയപ്പെടുന്നത്. ഒന്നാമത്തെ വിൻഡാണ് എന്നറിയപ്പെടുന്നത് പെർമനൻറ്റ് വിൻഡ്. ഒന്നാമത്തെ വിൻഡാണ് ഇത് പെർമനൻറ്റ്. ഇതിനെ നമ്മൾ 2 തരത്തിൽ തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ എന്നറിയപ്പെടുന്നത് പ്രിവെയിലിംഗ് വിൻഡുകളെന്നും, ഹൈലൈറ്റർ മാറി കേട്ടോ, ഒന്ന് പ്രിവെയിലിംഗ് വിൻഡുകളെന്നും രണ്ടാമത്തതാണ് പ്ലാനിറ്ററി വിൻഡ്സുകളെന്നും. 2 തരത്തിൽ നമ്മൾ പറയുന്നു. ഒന്ന് പ്രിവെയിലിംഗ് വിൻഡുകളെന്നും രണ്ടാമത്തേതാണ് പ്ലാനിറ്ററി വിൻഡ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു ഏതെന്നറിയപ്പെടുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് പഠിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൻ്റെ ഏറ്റവും സെൻട്രലിലുള്ള പാർട്ടിനെ നമ്മൾ എന്താണ് പഠിച്ചത്? സെൻട്രലിലുള്ള പാർട്ടിനെ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയണം. ഇതൊക്കെ വരച്ചും കേട്ടും പഠിക്കുന്നതാണ് ജോഗ്രഫി. വരച്ച് പഠിക്കും. ഇതിൻ്റെ സെൻട്രൽ പാർട്ടിന് നമ്മൾ എന്ത് പേരിൽ പറഞ്ഞു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതിനെയാണ് നമ്മൾ ഇക്വേറ്റർ റീജിയൻ എന്ന് പഠിച്ചത് അല്ലേ. ഇക്വേറ്ററിൽ എന്ത് തരത്തിലുള്ള പ്രഷറായിരിക്കും? ലോ പ്രഷർ. അടുത്ത് ഇതിൻ്റെ തൊട്ട് മുകളുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് പഠിച്ചു? സബ് ട്രോപ്പിക്കൽ റീജിയൻസ് അല്ലേ. സബ് ട്രോപ്പിക്കൽ റീജിയൻസ്, അവിടെ എപ്പോഴും എന്തായിരിക്കും? ഹൈ പ്രഷർ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അങ്ങേ ക്ലാസ്സിലാണ് തോന്നുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ. അടുത്ത് വരുന്ന റീജിയൻസ് എന്നറിയപ്പെടുന്നതാണ്, അടുത്ത് വരുന്ന റീജിയൻ ഏതാണ്? സബ് പോളാർ. അവിടെ എപ്പോഴും ഹൈ പ്രഷർ ആയിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. മാറിയതാണ് കേട്ടോ. അടുത്ത ഏറ്റവും ടോപ്പിൽ വരുന്നത് എന്നറിയപ്പെടുന്ന ഏതാണ്? എന്ത് റീജിയൻസ് ആയിരിക്കാം? ഏറ്റവും ടോപ്പിൽ വരുന്ന റീജിയൻസ് ആണ് പോളാർ റീജിയൻസ്. പോളാർ റീജിയൻസിൽ എപ്പോഴും ഇൻറ്റൻസീവായിട്ട് എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ഭൂമിയെ 4 സോണുകളായിട്ട്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ 4, സതേൺ ഹെമിസ്ഫിയറിൽ 4, മൊത്തം 8 സോണുകളായിട്ട് തരംതിരിച്ചു. ഇക്വേറ്റർ റീജിയൻസ്, അതുപോലെ തന്നെ സബ് ട്രോപ്പിക്കൽ റീജിയൻ, സബ് പോളാർ റീജിയൻസ്, ഭൂമധ്യരേഖാ പ്രദേശം, അതുപോലെ തന്നെ ഉപോഷ്ണ മേഖലാ പ്രദേശം, ഉപധ്രുവീയ മേഖലാ പ്രദേശം, പിന്നെ ധ്രുവീയ മേഖലാ പ്രദേശം. അപ്പോൾ അങ്ങനെ 8 സോണുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു.
ഈ സോണുകൾ പഠിച്ചപ്പോൾ കാറ്റുകളുടെ പ്രാധാന്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഈ സോണുകൾ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഈ പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ കാറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് അല്ലേ. ഹൊറിസോണ്ടലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റ് മൂവ് ചെയ്യുന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റുകൾ വീശുന്നത് എവിടെ തന്നെയാണ്? നമ്മുടെ ഈ മർദ്ദമേഖലകളുടെ ഇടയിലല്ലേ വീശുന്നത്. ഈ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ട്? മർദ്ദമേഖലകൾ നമ്മൾ പഠിച്ചു. ഇതെല്ലാം മർദ്ദമേഖലകളാണ്. ഈ മർദ്ദമേഖലകളിൽ മർദ്ദം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറും ലോ പ്രഷറിൽ നിന്ന് ഹൈ പ്രഷറൊക്കെ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വീശണം? ഈ പറയുന്ന കാറ്റുകൾ ഒന്നുകിൽ ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ വീശണം. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ ഈ മർദ്ദമേഖലകളുടെ ഇടയിൽ വീശുന്ന കാറ്റുകളെയാണ് ഈ പെർമനൻറ്റ് വിൻഡുകളെന്നും പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ എന്താണ് പീരിയോഡിക്കൽ വിൻഡുകളെന്നും വാരിയബിൾ വിൻഡുകൾ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്, ലോക്കൽ വിൻഡ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് വിൻഡുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മർദ്ദമേഖലകളുടെ ഇടയിൽ വീശുന്ന കാറ്റുകളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഈ പറയുന്ന വിൻഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലൊരു വിൻഡാണ് എന്നറിയപ്പെടുന്നത് പെർമനൻറ്റ് വിൻഡ്. അതിലൊരു വിൻഡാണ് എന്നറിയപ്പെടുന്നത് പെർമനൻറ്റ് വിൻഡ്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? പെർമനൻറ്റ് വിൻഡ്. ഈ പെർമനൻറ്റ് വിൻഡിനെ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് വരച്ചൊന്ന് കാണിച്ചു തരാം. പെർമനൻറ്റ് വിൻഡ് ഇതിപ്പോൾ ഇങ്ങനെ വലുതായിട്ട് നമ്മുടെ ഭൂമിയെ വരയ്ക്കുകയാണേ. അതിലേറ്റവും സെൻട്രൽ പാർട്ടിൽ വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെട്ടത്? ഇക്വേറ്റർ റീജിയൻസ് അല്ല ആരോ മാർക്കായി എടുത്തത്. കുഴപ്പമില്ല, ഓക്കെ ആണല്ലോ. ഇതിന് തൊട്ട് മുകളിൽ വരുന്ന ഈ ഭാഗത്തിന് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? സബ് ട്രോപ്പിക്കൽ റീജിയൻ. ഞാൻ നോർത്തിലും സൗത്തിലും വരയ്ക്കുകയാണ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ്. ഇതിനെ ഇടയിൽ വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ പെർമനൻറ്റ് വിൻഡുകൾ എന്നറിയപ്പെടുന്നത്. ദ ബിറ്റ്വീൻ ദ ഇക്വേറ്റർ ആൻഡ് ദ സബ് ട്രോപ്പിക്കൽ റീജിയൻ. നമ്മൾ എഴുതണോ? എഴുതേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അതായത് ഇതിനിടയിൽ വീശുന്നത് ഇത് ഇക്വേറ്റർ റീജിയണും ഇതെന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ എന്നും അറിയപ്പെടുന്നു. ഞാൻ HT/HP എന്നാണ് എഴുതിയിട്ടുള്ളത്, ഇവിടെ LP. ഓക്കെ ആണല്ലോ. അപ്പോൾ പെർമനൻറ്റ് വിൻഡുകൾ എന്നറിയപ്പെടുന്ന 3 തരത്തിൽ നമ്മൾ അറിയപ്പെടുന്നു. ഒന്നാമത്തെ എന്നറിയപ്പെടുന്നതാണ് ട്രേഡ് വിൻഡ്, വാണിജ്യവാതകങ്ങൾ എന്നറിയും. നമ്മൾ അതിൽ പഠിക്കും കേട്ടോ. ഞാൻ എന്നാലും ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ട്രേഡ് വിൻഡ്. അപ്പോൾ പെർമനൻറ്റ് വിൻഡ് ക്യാൻ ബി കോൾഡ് അല്ലെങ്കിൽ ക്യാൻ ബി ഡിവൈഡഡ് 3 ഡിഫറെൻറ്റ് വിൻഡ്സ്. ഒന്നാമത്തെ എന്നറിയപ്പെടുന്ന ട്രേഡ് വിൻഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് എവിടെ എഴുതാം അറിയപ്പെടുന്നത് എവിടെ എഴുതാം? വെസ്റ്റേർ ലൈൻസ് എന്നറിയപ്പെടുന്നു. വെസ്റ്റേർ പശ്ചിമവാതങ്ങൾ എന്നാണ് കേട്ടോ, വെസ്റ്റേർ ലൈൻസ്. മൂന്നാമത്തെ എന്നറിയപ്പെടുന്നത് പോളാർ വിൻഡുകൾ എന്ന് പറയും, അല്ലെങ്കിൽ പോളാർ ഈസ്റ്റേൺ വിൻഡുകൾ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ എഴുതാം കേട്ടോ, അവിടെ അവിടെ എന്താണ്? പോളാർ ഈസ്റ്റേൺ വിൻഡ്. അങ്ങനെ 3 തരത്തിലുള്ള വിൻഡുകളാണ് നമുക്കുള്ളത്. ഒന്ന് ട്രേഡ് വിൻഡ് ഉണ്ട്, രണ്ടാമത്തേന്ന് അറിയപ്പെടുന്ന വെസ്റ്റേൺ ലൈൻസ് ഉണ്ട്, മൂന്നാമത്തേത് പോളാർ ഈസ്റ്റേൺ വിൻഡ്. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ ട്രേഡ് വിൻഡ്, രണ്ടാമത്തേന്ന് അറിയപ്പെടുന്നത് വെസ്റ്റേൺ ലൈൻസ്, മൂന്നാമത്തേതാണ് പോളാർ ഈസ്റ്റേൺ ലൈൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ? ട്രേഡ് വിൻഡിനെ നമ്മൾ അറിയപ്പെടുന്നതാണ് വാണിജ്യവാതകങ്ങൾ. ട്രേഡ് വിൻഡിനെ അറിയപ്പെടുന്നത് എന്താണ്? വാണിജ്യവാതകങ്ങൾ. വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ അല്ലെങ്കിൽ പണ്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തിരുന്ന സ്ഥലമാണ് ഏത്? ഈ പറയുന്ന സ്ഥലം കണ്ടോ, ഇക്വേറ്റർ റീജിയൻസ് എന്ന് പറയും. അവിടെ കാറ്റുകളില്ലാത്തതിനെ നമ്മൾ ഡോൾഡ്രംസ് എന്നറിയപ്പെട്ടു. പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് പഠിപ്പിച്ചതാണ് നമ്മൾ. എന്ന് പഠിപ്പിച്ചത്? കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഈ ഇക്വേറ്റർ റീജിയൻസിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഡോൾഡ്രംസ്, നിർവാത മേഖലകളാണ്. ഈ നിർവാത മേഖലകളുടെ ഒരു പ്രത്യേകത എന്താ? അവിടെ കപ്പലുകൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ദർ ഇസ് നോ എയർ കൺസിസ്റ്റൻ്റ്. അവിടെ എന്ത് ചെയ്യില്ല, കാണില്ല. കാരണം എയറിനെ എല്ലാം അടിച്ചെടുത്തുകൊണ്ട് പോവും. അവിടെ എയർ കറണ്ട് കൂടുതലാണ്, മഴ കൂടുതലാണ്, ഫോറസ്റ്റ് റീജിയൻസ് കൂടുതലാണ്, എല്ലാ കുന്തവും ഉണ്ട്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സെൻട്രൽ പ്ലേസിൽ ഇക്വേറ്റർ റീജിയൻസിൽ എന്താണ് കാറ്റുകൾ വീശുന്നത്? ട്രേഡ് വിൻഡ്. ഈ ട്രേഡ് വിൻഡുകൾക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വാണിജ്യവാതകം, ഈ ട്രേഡ് വിൻഡുകൾ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ ട്രേഡ് വിൻഡ് വീശുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെ നിന്നാണ് എങ്ങോട്ട് കാറ്റ് വീശുന്നത്? ഹൈ പ്രഷർ റീജിയൻസിൽ നിന്ന് ലോ പ്രഷർ റീജിയൻസിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീശുന്നതാണ്. അതായത് നോക്കിയാൽ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വിൻഡ് എന്നറിയപ്പെടുന്നത്. കാറ്റ് തന്നെയാണ് വിൻഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, വിൻഡ് എന്നറിയപ്പെടുന്നത് ഹൈ പ്രഷർ. കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്? ഹൈ പ്രഷറിൽ നിന്ന് എങ്ങോട്ടാണ്? ലോ പ്രഷർ റീജിയൻസ്. ഇനി നിങ്ങൾക്ക് തെറ്റിപ്പോവരുത്. പോളാറിൽ നിന്ന് എവിടെ നിന്ന്? വെസ്റ്റ് ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എല്ലാവരും. ഈ സെൻട്രൽ പാർട്ട് എന്നറിയപ്പെടുന്നത് ലോ പ്രഷർ റീജിയനാണ്. അടുത്ത സബ് ട്രോപ്പിക്കൽ എന്താണ്? ഹൈ പ്രഷർ. അപ്പോൾ എവിടെ നിന്നാണ് കാറ്റ് വീശുന്നത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന്. സബ് പോളാർ റീജിയൻ അല്ല, ഇക്വേറ്റർ റീജിയൻ. അതായത് എങ്ങനെയാണ്? ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വീശുന്ന കാറ്റ് കണ്ടോ, ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് സബ് പോളാർ റീജിയൻസിലേക്ക് വീശുന്ന കാറ്റിന് സബ് പോളാർ ആവുന്നു, ഇക്വേറ്റർ റീജിയൻസിലേക്ക് വീശുന്ന കാറ്റാണ് എന്തെന്നറിയപ്പെടുന്നത്?
എന്ത് പേരിൽ ചില ശബ്ദങ്ങൾ ഇങ്ങനെയൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് ശ്രദ്ധ മാറുന്നതാണ്. എന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻസിൽ നിന്ന് ഇക്വേറ്റർ റീജിയൻസിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ ട്രേഡ് വിൻഡ്സ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലും എന്ത് ചെയ്യുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ സെൻട്രൽ പാർട്ടിലേക്ക് വീശുന്നു. കണ്ടോ? ഇതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ട്രേഡ് വിൻഡുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന വിൻഡ് എന്ത് ചെയ്യുന്നു? ഈ സെൻട്രൽ പാർട്ടിൽ കൊണ്ടുപോയി കൺവർജൻ്റ് അങ്ങ് ചെയ്യുന്നു, ഒരുമിച്ച് കൂടിച്ചേരുന്നു, അല്ലേ? അപ്പോൾ സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ നിന്ന് ഇക്വേറ്റർ റീജിയൻസിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്താണ്? ഇവിടെ 30 ഡിഗ്രിയാണ് കേട്ടോ. ഇവിടെ 30 ഡിഗ്രി നോർത്ത്, ഇവിടെ 30 ഡിഗ്രി സൗത്ത്, ഇവിടെ 0 ഡിഗ്രിയാണ്. നമ്മൾ എയർ കറണ്ടുകളുടെ സ്വാധീനം അപ്പാരൻസി വരുന്ന സമയത്ത് ചിലപ്പോൾ എന്താണ് 0 ഡിഗ്രി എന്നറിയും 30 ഡിഗ്രി എന്ന് പറയപ്പെടുന്ന ഒരു 0.5 ആയിട്ടൊക്കെ മാറുന്നുണ്ട്. ആ 0.5 ആകുമ്പോൾ 35 ആവുന്നു. 0 ഡിഗ്രി ആകുമ്പോൾ 0 ഡിഗ്രിയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല, എങ്കിലും ചെറിയ ചെറിയ വേരിയേഷൻസ് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്നു. അത് നമുക്ക് നേരത്തെ നമ്മൾ എയർ കറണ്ടുകളെ കുറിച്ച് പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഈ സെൻട്രൽ വീശുന്ന ഈ കാറ്റിനെയാണ് നമ്മൾ എന്തെങ്കിലും അറിയപ്പെടുന്നത്? ട്രേഡ് വിൻഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ട്രേഡ് വിൻഡ്സ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ സെൻട്രൽ പാർട്ടിൽ വരുന്നത് കൊണ്ട് തന്നെ ഇനി മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ITCZ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ. ഓക്കെ, ഈ വാദങ്ങളെല്ലാം ഒരുമിച്ച് വന്ന് എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നത് കൊണ്ട് തന്നെ ഇത് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവർജൻറ്റ് സോൺ എന്നറിയപ്പെടുന്നു. കാറ്റുകൾ ഒരുമിച്ച് വന്ന് ചേരുന്ന സ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ട്രേഡ് വിൻഡ്. ഒരുപാട് എക്സ്പ്ലെയിൻ തരുന്നില്ല, ഇത്ര തന്നെയാണ്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ട്രേഡ് വിൻഡ്. ഇറ്റ്സ് എ ഫ്ലോയിങ് ഡയറക്റ്റഡ് ഫ്രം ദ ഹൈ പ്രഷർ റീജിയൻസ് ടുവേർഡ് ദ ഇക്വേറ്റർ റീജിയൻസ്. ദാറ്റ് മീൻസ് ഏതാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻസ്, അവിടെ നിന്നും ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈറിൽ നിന്നും ടുവേർഡ്സ് എങ്ങോട്ടാണ്? ഇക്വേറ്റർ ലോ പ്രഷർ റീജിയൻസിലോട്ട് വീശുന്ന കാറ്റാണ് ട്രേഡ് വിൻഡുകൾ എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ രണ്ടാമത് പഠിച്ച വിൻഡുകൾ എന്നറിയപ്പെടുന്നതാണ് ഏത്? വെസ്റ്റേൺ ലൈൻസ് എന്നറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? വെസ്റ്റേൺ ലൈൻസ്. ഇനി ട്രേഡ് വിൻഡ് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പഠിക്കുക. ഇത് വെസ്റ്റിലോട്ട് പോയതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഡയറക്ഷൻസ് എവിടെ നിന്നാണോ കാറ്റ് വരുന്നത് ആ ഭാഗത്തായിരിക്കും ആ പേര് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇനി അവിടെ അങ്ങനെ ഒരു പേര് വരുന്നതിന് കൂടുതൽ കാരണം എന്തായിരുന്നു? എവിടെ നോക്കി, ഇത് സെൻട്രൽ പാർട്ടാണ്. ട്രേഡ് വിൻഡ്സ് എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോറിയലിസ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. കോറിയലിസ് എഫക്റ്റ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അതെങ്ങോട്ട് സ്ഥാനമാറ്റം സംഭവിക്കുന്നു? മുകളിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയാണ്? അതിൻ്റെ വലത് ഭാഗത്തേക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നു. ഇവിടെ നിന്ന് വരുമ്പോൾ എന്ത് ചെയ്യുന്നതാണ്? അതിൻ്റെ ഇടത് ഭാഗത്തേക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. കണ്ടോ? അങ്ങനെ ഒരു പീരിയോഡിക്കലായിട്ടുണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ ഏത് ബലവും കൂടെ ഉപയോഗിക്കുന്നുണ്ട്? കോറിയോലിസ് ബലം കൊണ്ട് അല്ലെങ്കിൽ കോറിയോലിസ് എഫക്റ്റ് കൊണ്ട് സ്ഥാനമാറ്റവും സംഭവിക്കുന്നു. ഓക്കെ, അതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ട്രേഡ് വിൻഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് തന്നെയാണ് അടുത്ത ഒരു ഇതിലും പറയുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് അറിയപ്പെടുന്നതാണ് ഏതാണ്? വെസ്റ്റേൺ ലൈൻസ്. വെസ്റ്റേൺ ലൈൻസ് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ ടോപ്പിൽ നമ്മളിവിടെ പഠിച്ചതാണ് സബ് പോളാർ റീജിയൻസ്. ഏത് റീജിയൻസ്? സബ് പോളാർ ലോ പ്രഷർ റീജിയൻ. ഓക്കെ ആണല്ലോ. അതിൻ്റെ തൊട്ട് മുകളിൽ പഠിച്ചതാണ്, അല്ലെങ്കിൽ തൊട്ട് താഴെ നമ്മൾ പഠിച്ചതാണ് ഈ റീജിയൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻസ്. അപ്പോൾ എന്താണ് വെസ്റ്റേൺ ലൈൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ് വെസ്റ്റേൺ ലൈൻസുകൾ എന്നറിയപ്പെടുന്നത്? ഈ വെസ്റ്റേൺ ലൈൻസുകൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പശ്ചിമവാദം എന്നറിയപ്പെടുന്നത്, വീണ്ടും ഞാൻ പറയുന്ന കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത്? ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് എങ്ങോട്ടാണ്? ലോ പ്രഷർ റീജിയൻസിലേക്ക്. ഹൈ പ്രഷറിൽ നിന്ന് എങ്ങോട്ടാണ്? ലോ പ്രഷർ റീജിയൻസ്. അപ്പോൾ ഈ വെസ്റ്റേൺ ലൈൻസ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞേ. സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ നിന്ന് എവിടെയായിരിക്കാം? സബ് പോളാർ ലോ പ്രഷർ റീജിയൻസിലേക്ക്. ഞാൻ വരയ്ക്കേണ്ടേ ഇത്? ശരിയല്ലേ പറയുന്നത്? സബ് ട്രോപ്പിക്കൽ നിന്ന് സബ് പോളാർ റീജിയൻസിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? എന്ത് പേരിൽ അറിയപ്പെടുന്നു? വെസ്റ്റേൺ ലൈൻസ്. ഓക്കെയാണ്. ഇവിടെയാണ് സബ് പോളാർ ലോ പ്രഷർ. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ നിന്നാണ് ഹൈ പ്രഷർ? എവിടെയാണ്? സബ് ട്രോപ്പിക്കൽ റീജിയൻസ്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? താഴോട്ട് ഇങ്ങനെ വീശുന്നു. ഓക്കെ, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഇടതുവശത്തോട്ടല്ലേ പോകുന്നത്? അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇടതുവശത്തോട്ട് എന്ത് ചെയ്യുന്നു? പോകുന്നു. കാരണം അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ബലം എന്ത് തന്നെയാണ്? കോറിയോലിസ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കാറ്റുകൾ വീശുന്നത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ റീജിയൻസിലേക്കാണ്. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം നിങ്ങൾ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വീശുന്നത്, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാറ്റുകളൊക്കെ പഠിക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. പ്രത്യേകിച്ച് വലിയ ടഫായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ വെസ്റ്റേൺ ലൈൻസ് എന്നറിയപ്പെടുന്നത് എന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻസിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ റീജിയൻസിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് വെസ്റ്റേൺ ലൈൻസ് എന്നറിയപ്പെടുന്നത്. അടുത്ത് വരുന്ന റീജിയൻസ് ഏതാണ്? നമ്മൾ പറഞ്ഞു പോളാർ ഈസ്റ്റേൺ ലൈൻസുകൾ എന്നറിയപ്പെടുന്നത്. ഇത് പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ ഏറ്റവും ടോപ്പ് നമ്മൾ പഠിച്ചതാണ്. ഇവിടെയാണ് ഏത്? പോളാർ റീജിയൻസ്. അതിൻ്റെ തൊട്ട് താഴെ എന്നറിയപ്പെടുന്നത് സബ് പോളാർ റീജിയൻസ്. ഇവിടെ പോളാർ റീജിയൻസ്, അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്നത്
സപ്പോളാർ റീജിയൻസ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ്, ഹൈ പ്രഷറാണ്. സപ്പോളാർ റീജിയൻസിലോ ലോ പ്രഷർ. ഇവിടെയും ഹൈ പ്രഷറാണ്, സപ്പോളാർ റീജിയൻസിൽ എന്താണ്, ലോ പ്രഷർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈ പ്രഷറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ലോ പ്രഷർ റീജിയൻസിലേക്ക് അല്ലേ. ഹൈ പ്രഷറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അത് ഹൈ പ്രഷർ ആകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് ഈ സൈഡിലോട്ടാണ് കേട്ടോ. അവിടെ കോറിയലിസ് എഫക്റ്റ് കൊണ്ടത് വലത് ഭാഗത്തേക്കും, അടുത്ത നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇടത് ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നു, സ്ഥാനമാറ്റം സംഭവിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, പോളാർ ഈസ്റ്റർ ലൈൻസ് അല്ലെങ്കിൽ ഈസ്റ്റർ ലൈൻസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈസ്റ്റേൺ അല്ല ഈസ്റ്റർ ലൈൻസുകൾ അല്ലെങ്കിൽ പോളാർ ലൈൻസുകൾ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. പശ്ചിമവാദങ്ങൾ എന്ന പേരിൽ എന്താണ്, പശ്ചിമ പൂർവ്വവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെയാണല്ലോ. പശ്ചിമവാദം നമ്മൾ നേരത്തെ പഠിച്ചത് പശ്ചിമ പൂർവ്വവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അടുത്ത സെൻട്രൽ വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് പഠിച്ചത്, ട്രേഡ് വിൻഡ് ഒരുമിച്ച് വന്ന് ചേരുന്ന സ്ഥലം അതാണ് ITCZ എന്നറിയപ്പെടുന്നത്. ഓക്കെയാണല്ലോ. കൺവർജൻറ്റ് സോൺ എന്ന പേര്. ഇതിന് മലയാളത്തിൽ എന്തൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ITCZ എന്ന് പഠിച്ചു വെച്ചിരുന്നാലും മതി, കാരണം മലയാളം കുറച്ചുകൂടെ ടഫാണ്. മലയാളം കുറച്ച് വേർഡുകൾ പറയാനായിട്ട് നമുക്ക് എന്താണ്, കുറച്ച് ടഫായിരിക്കും. അപ്പോൾ ITCZ എന്ന പേരിൽ എന്താണ് അറിയപ്പെടുന്നത്, നിർവാത മേഖലകൾ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, 3 തരത്തിലുള്ള കാറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിക്കുക. ഈ സെൻട്രൽ പാർട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. ഈ സെൻട്രൽ പാർട്ട് എല്ലാവരും ഒന്ന് നോക്കിയതാ. ഇതിൻ്റെ സെൻട്രൽ പാർട്ടാണ് ഇക്വേറ്റർ റീജിയൻസ്. ഇക്വേറ്റർ റീജിയൻസിലേക്ക് എന്ത് ചെയ്യുന്നു, മുകളിൽ നിന്ന് താഴോട്ട് എന്ത് ചെയ്യുന്നു, കാറ്റുകൾ വീശുന്നു. മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, താഴോട്ട് കാറ്റുകൾ വീശുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ട്രേഡ് വിൻഡ്സ്. താഴെയും മുകളിലും ഒന്ന് നോക്കുക. ഓക്കെ, ഞാൻ ആ ഒരു പച്ച കളർ വെച്ച് ഡിനോട്ട് ചെയ്തതാണ്. അടുത്ത നെക്സ്റ്റ് എന്നറിയപ്പെടുന്നതാണ്, മുകളിൽ എന്നറിയപ്പെടുന്ന വെസ്റ്റേൺ ലൈൻസ്. കണ്ടോ, മഞ്ഞ കളറിൽ അടിച്ചിരിക്കുന്നതാണ് വെസ്റ്റേൺ ലൈൻസ്. വെസ്റ്റേൺ ലൈൻസ് എവിടെ നിന്നാണ് എങ്ങോട്ട് വരുന്നത്, ഹൈ പ്രഷർ റീജിയൻസിൽ നിന്ന് ലോ പ്രഷർ. അപ്പോൾ ഉറപ്പായിട്ടും സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ നിന്ന് സപ്പോളാർ റീജിയൻ 60 ഡിഗ്രി നോർത്ത് സപ്പോളാർ റീജിയൻസിലേക്ക് വരുന്ന കാറ്റുകളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഹൈ പ്രഷർ ലോ പ്രഷർ നന്നായിട്ട് നോക്കി വയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് തെറ്റുപറ്റാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അടുത്ത നെക്സ്റ്റ് എന്നറിയപ്പെടുന്ന പോളാർ ലൈൻസ്. ഈ കളർ കണ്ടോ, പോളാർ റീജിയൻസിൽ നിന്നും സപ്പോളാർ റീജിയൻസിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, പോളാർ വിൻസുകൾ അല്ലെങ്കിൽ പോളാർ ഈസ്റ്റേൺ വിൻസുകൾ എന്ന പേരിൽ എന്താണ് അറിയപ്പെടുന്നത്, പശ്ചിമ പൂർവ്വവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ട്രേഡ് വിൻസായി, അടുത്ത് നെക്സ്റ്റ് നമ്മുടെ വെസ്റ്റേൺ ലൈൻസുകളായി, അടുത്ത് പോളാർ ഈസ്റ്റേൺ ലൈൻസായി. പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കാറ്റുകളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയറക്ഷൻസ് നമ്മുടെ ലോകത്തിൽ എല്ലാ സ്ഥലത്തിലും ഒരുപോലെ അല്ലാതെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായി കാണും. നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് പോലെ തന്നെ വിൻഡിന് എന്തുണ്ടാകുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. ട്രേഡ് വിൻസുകൾ എന്നറിയപ്പെടുന്ന ഫ്രം എവിടെ നിന്നാണ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്നു. വെസ്റ്റേൺ ലൈൻസുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻസിൽ നിന്നും പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്നു. അടുത്ത് വരുന്ന പോളാർ ഈസ്റ്റേൺ ലൈൻസ് എന്നറിയപ്പെടുന്നത്, വേണമെങ്കിൽ എഴുതണോ ഇവിടെ എന്നറിയപ്പെടുന്ന അടുത്ത നെക്സ്റ്റ് ഇതാണ് വെസ്റ്റേൺ ലൈൻസുകൾ എന്നറിയപ്പെടുന്നത്. ഇത് പോളാർ വിൻസുകൾ എന്നറിയപ്പെടുന്നത് അല്ലേ. ഇത് ഇങ്ങോട്ടാണ് വീശുന്നത്, പോളാർ വിൻസുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇത് വീശുന്നത് എങ്ങനെയാണ്, സബ് ട്രോപ്പിക്കലാണെങ്കിൽ അടുത്തത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്നു. അടുത്തതെന്നറിയപ്പെടുന്നത് ഏതാണ്, പോളാർ വിൻസുകൾ എന്നറിയപ്പെടുന്നത് പോളാർ ഹൈ പ്രഷർ റീജിയൻസിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ പ്ലേസിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, പോളാർ ഈസ്റ്റേൺ ലൈൻസ് അല്ലെങ്കിൽ പോളാർ വിൻസുകൾ എന്ന പേരിൽ എന്താണ് അറിയപ്പെടുന്നത്. അപ്പോൾ പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് ട്രേഡ് വിൻസ് ഇസ് നോർത്ത് ഇൻ ഹെമിസ്ഫിയർ ആൻഡ് ദ സൗത്ത് ഈസ്റ്റേൺ ഇൻ സൗതേൺ ഹെമിസ്ഫിയർ. വൈ ട്രേഡ് വിൻസുകൾ എന്നറിയപ്പെടുന്നത് നോർത്തിലും സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ്, രണ്ട് പോലെ എന്നല്ല. ഈസ്റ്റേൺ ലൈൻസുകൾ എന്ന് പറയുന്നത് സദേൺ ഹെമിസ്ഫിയറിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വീശുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച അതേ സംഭവം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വെസ്റ്റേൺ ലൈൻസുകൾ എപ്പോഴും എന്തായിരിക്കും, കുറച്ച് കമ്പാരിറ്റീവ്ലി. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മുടെ ഇതിലെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറയുമ്പോൾ അവിടെ ഞാനൊരു വരച്ച് നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നേരെ ടാബിലോട്ട് പോവാം. ഇവിടെ നോക്കി, ഈ കാറ്റുകളെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ വായിച്ചതല്ലേ, വായിച്ചിട്ടത് പറയാതെ പോയാൽ ശരിയാവില്ല. ഓക്കെ ആണല്ലോ. അത് കാറ്റുകൾ നോക്കി നിങ്ങൾ. ഈ കാറ്റുകൾക്കൊരു പ്രത്യേകതയുണ്ട്, ഒരുപാട് പ്രത്യേകത നമ്മൾ പഠിച്ചു. ഇത് സെൻട്രൽ പാർട്ട് കണ്ടല്ലോ, ഇവിടെ നോർത്താണ്, ഇവിടെ എന്താണ് സൗത്താണ്. ഇവിടെ സൗത്ത്, ഇവിടെ എന്താണ് നോർത്താണ്. നിങ്ങൾക്കറിയാം ചൂട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എവിടെയാണ്, ഈ പറയുന്ന റീജിയണിലാണ്. എവിടെയാണ്, ഇവിടെ ഡേ ടൈമിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന കാറ്റുകൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ട്രേഡ് വിൻഡ് ആയാലും ഇതായാലും ഇത് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസീവായിട്ട് ഉണ്ടാകുന്ന സ്ഥലവും എന്നറിയപ്പെടുന്നത് എവിടെയായിരിക്കാം, ഇവിടെ സൗത്തിലാണോ നോർത്തിലാണോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ കാറ്റ് എവിടെയായിരിക്കാം ഉണ്ടാകുന്നത്, ഓഫ് കോഴ്സ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. കാരണം ഇവിടെ എന്താണ്,
ഫ്രിക്ഷൻ ഫോഴ്സ് കുറവാണ്. ഫ്രിക്ഷൻ ഫോഴ്സ് നമ്മൾ പഠിച്ചു. ഫ്രിക്ഷൻ ഫോഴ്സ് കുറവായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കാറ്റിൻ്റെ വേഗത വളരെയധികം കൂടുതലായിരിക്കും. അത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഫ്രിക്ഷൻ ഫോഴ്സ് വളരെയധികം കുറവായതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, അതായത് ആ തടഞ്ഞു നിർത്തുന്ന ബലം ഇവിടെ എന്താണ്, കുറവാണ്. ഇവിടെ തടസ്സങ്ങളൊന്നുമില്ല. ഇവിടെ എടുത്തുകൊണ്ടൊരു പോകങ്ങ് പോകും. സോ ഇറ്റ്സ് സോ ഹൈ ലെവൽ ഓഫ് ഇൻറ്റൻസീവർ എന്താണ് വിൻഡുകൾ. എന്നാൽ നമ്മുടെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ ചൂട് കൂടുതലാണെങ്കിലും ഒബ്സ്റ്റാക്കിൾസ് ഒരുപാടെണ്ണം ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്ലേസിൽ എന്തായിരിക്കാം കമ്പാരിറ്റീവ്ലി ഈ എന്താണ് ഒരു മോഡറേറ്റ് വിൻഡിൻ്റെ സർക്കുലേഷൻസിനെ കാണുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉത്തരം ഇതാണ്. വെസ്റ്റേൺ ലൈൻസ് സൗത്തിലും നോർത്തിലും നോക്കിക്കഴിഞ്ഞാൽ കാറ്റിൻ്റെ വേഗതയിൽ വളരെയധികം സ്വാധീനം ഉണ്ടാകുന്നു. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇവിടെ ലാൻഡ് ഏരിയ ആണ്. ഇവിടെ എന്താണ് ലാൻഡ് ഏരിയ ആണ്. ഫ്രിക്ഷൻ വളരെയധികം കൂടുതലാണ്. ഫ്രിക്ഷൻസൊക്കെ പഠിച്ചു വയ്ക്കുക. ഫ്രിക്ഷൻസ് വളരെയധികം എന്താണ് കൂടുതലാണ്. ഇവിടെ എന്താണ് ഫ്രിക്ഷൻ, ഇവിടെ സീ ലെവലാണ്. ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്, കുറവാണ്, ലെസ് ആണ്. ഫ്രിക്ഷൻ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറിലും രണ്ട് തരത്തിലുള്ള എന്തായിരിക്കും കാറ്റിൻ്റെ സ്വാധീനമായിരിക്കാം ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ട്രേഡ് വിൻഡ്സുകൾക്കായാലും ശരി തന്നെയാണ്. നോർത്തിലും സൗത്തിലും ഒക്കെ എന്തായിരിക്കും രണ്ട് തരത്തിലുള്ള ഒരു സ്പീഡിൻ്റെ ഒരു കോമ്പിനേഷൻസ് ഉണ്ടാകുന്നു. ഇവിടെയാണ് ഇൻ്റർ ടോപ്പിക്കൽ ഇക്വേറ്റോറിയൽ പ്രഷർ റീജൻസിൽ ഉണ്ടാകുന്ന. സദേൺ ഹെമിസ്ഫിയറിലും എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് വന്ന് ചേരുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവർജൻറ്റ് സോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് മാറ്റം സംഭവിക്കാം. അപ്പാരൻ്റ് മൂവ്മെൻറ്റ് സണ്ണിനനുസരിച്ച് ഇത് എന്ത് ചെയ്യുന്നു, മാറ്റം സംഭവിക്കും. ഒന്ന് ആർവിയിലേക്ക് വേണ്ടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മതി, ഇത്രയും മതി. നമുക്ക് കുറച്ച് പഠിച്ച് തന്നെ പോവാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും നന്നായിട്ടൊന്ന് പഠിക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. എല്ലാവരും കാണുക, കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഒരുപാട് ചാനൽസ് ഉണ്ട് എനിക്കറിയാം, എങ്കിലും കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് അടുത്ത പാർട്ടിലായിട്ട് കാണാം. പാർട്ട് 5 നമുക്ക് എന്താണ് പീരിയോഡിക്കൽ വിൻഡ്സും ലാൻഡ് ബ്രീസും സീ ബ്രീസും ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ മൗണ്ടെയിൻ ബ്രീസും. അടുത്ത നെക്സ്റ്റ് വരുന്നത് എന്താണ്, സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് മൺസൂണും ലോക്കൽ വിൻഡ്സ് വരെ നോക്കി എന്ത് ചെയ്യാം, നിർത്താം. വാരിയബിൾ വിൻഡ്സും കൂടെ നോക്കാം, അല്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ് ആവാത്തൊരവസ്ഥയിലോട്ട് പോകും. ഓക്കെ ആണല്ലോ. അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഹ്യൂമിഡിറ്റിയും കൂടെ നോക്കി കംപ്ലീറ്റ്ലി നിർത്താം. ഇതൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇത്രയും നേരം എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത വരുന്ന ഭാഗങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് നല്ല ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.